ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ നേരത്തെ ഇപ്പോൾ എഴുന്നേറ്റത് 5:30ആയി. ഇനി ഞാൻ കുറച്ചുകൂടെ ഉറങ്ങും കേട്ടോ. നല്ല തണുപ്പാണ്, തണുപ്പ് കൊണ്ട് ഉറങ്ങാൻ വയ്യ. അച്ചിട്ട് ഞാൻ മരിച്ചു. അപ്പം ഇനി ഒന്നുകൂടെ ഉറങ്ങും, എന്നിട്ട് 6:30 എഴുന്നേൽക്കാണെന്ന് വിചാരിക്കുന്നത്. തണുപ്പ് കൊണ്ട് ശ്വാസം മുട്ടുന്നു. നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ജനൽ തുറന്നിട്ടിട്ട് വയ്യ. 5-6 AC ഒരുമിച്ചിട്ട ഫീലാണ് മക്കളെ. അപ്പം ഞാൻ ഒന്നുകൂടെ ഉറങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് 6:30 എഴുന്നേൽക്കാം. 6:30 എഴുന്നേൽക്കാനാണ് നോക്കിയത്. സമയം ഇപ്പോൾ 8:30ആയി. നല്ലോണം ഉറങ്ങിപ്പോയി, തണുപ്പ് കൊണ്ട് പുതപ്പും പതിച്ച് ഉറങ്ങിപ്പോയി. ഒരു 5 മിനിറ്റും കൂടി ഉറങ്ങിയിട്ട് നമുക്ക് എഴുന്നേൽക്കാം. മടി തോന്നുന്നു. ഇന്നിപ്പോൾ കോളേജിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. പുറത്ത് ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്നും മഴയായിരിക്കുന്നു. 2 ദിവസം നല്ല മഴയായിരുന്നു ഇവിടെ. പിന്നെ ആ കിടന്ന സ്ഥലമില്ലേ, അവിടെ നിറച്ചും വാഴയായിരുന്നു. നിറച്ച് വെച്ചാൽ കുറേ ഫുള്ള് വാഴയായിരുന്നു. ഇപ്പം വാഴയൊക്കെ മാറ്റി അവർ വേറെന്തോ കൃഷി ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വാഴ തന്നെയാണെന്നാണോ എന്നറിയില്ല. ഫുള്ള് കുമ്മായിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പല്ല് തേച്ച് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് വരാം കേട്ടോ. ചായ കുടിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. താഴെ ഇറങ്ങിപ്പോയിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ ഇത് ഹോസ്റ്റലാണ് കേട്ടോ, പ്രൈവറ്റ് ഹോസ്റ്റലാണ്. കോളേജ് ഹോസ്റ്റൽ കിട്ടിയില്ല, കിട്ടും, ഉടനെ കിട്ടും. അപ്പോൾ അതുവരെ ഇവിടെയാണ്. പുറത്ത് പോയിട്ടോ, ഇതാണ് പുറത്തെ അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇന്ന് ലീവാണ്. അപ്പോൾ താഴെ നല്ല ബഹളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ തോരിയിടുന്ന കമ്പിയാണ് കേട്ടോ അവിടെ. ഞാൻ നേരെ അനന്യനെ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഹോസ്റ്റലിൽ. സരുഗേച്ച് വീട്ടിൽ പോയി, ബാക്കി അധികം ആൾക്കും ഹോസ്റ്റലിൽ കിട്ടിപ്പോയിട്ടോ. പുറക്ക് വശം കേട്ടോ. പിന്നെ മുകളിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇടാറുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒക്ടോബർ സമയത്തായിരുന്നു വന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒന്നും പറയണ്ട, ഫുള്ള് മഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ എനിക്കിവിടെ ഒക്ടോബറിൽ കാണിക്കാൻ പറ്റുമോ അറിയില്ല. കോളേജ് ഹോസ്റ്റലിൽ കിട്ടിപ്പോയാൽ ചിലപ്പോൾ എനിക്കിവിടെ നിന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു റോഡുണ്ട്. അങ്ങനെ സാധാരണ ഞങ്ങൾ ഇതിലൂടെയാണ് പോവല്. ഇവിടെ ഒരു കുഞ്ഞു വഴിയുണ്ട്, ഫുൾ ആ വെള്ളമുള്ള വഴിയില്ലേ, അതിലൂടെയാണ് കോളേജിൽ പോവൽ, ഷോർട്ട് കട്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അതിലൂടെ ഒന്നും പോയിക്കൂടാ, കാരണം ഫുള്ള് മഴ പെയ്തു, കാടായി. അങ്ങനെ ഇങ്ങനെ വളഞ്ഞ് കുടിച്ചാണ് ഇപ്പോൾ കോളേജ് പോവൽ. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി മുടിയൊന്ന് കെട്ടണം. മുടിയാണെങ്കിൽ പറയണ്ട, ഒന്നാമത് നന്നായിട്ട് കൊഴിയുന്നുണ്ട്. ഇനി മുടി കെട്ടി ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വെട്ടും, ഫുൾ ഡ്രൈ ആയിരിക്കും മുഖം. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മുടെ മുഖം ഒന്ന് ഡ്രൈനെസ് ഇല്ലാണ്ടാക്കാം അല്ലേ. അപ്പം വയനാട്ടിൽ നിന്ന് നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യുന്നതാണ്. വയനാട്ടിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ മോർണിംഗ് റൊട്ടീൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ അനന്യൊക്കെ എങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ചാൽ കുറച്ച് പനിനീരും കുറച്ച് ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് അതും മുഖത്ത് വരട്ടും കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്, കാരണം ഡ്രൈനെസ് നന്നായിട്ട് മുഖം ഡ്രൈ ആവും. അപ്പം ഞാൻ ഒന്ന് ഫേസ് കെയർ ചെയ്യട്ടെ. അപ്പോൾ അപ്പുറത്തുള്ള വെളിച്ചം വന്നിട്ട് കുറച്ചൊരു ഡാർക്ക്നെസ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അതും എടുക്കാം. ഓക്കെ, അപ്പം ഞാനും അനന്യയും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വന്നു കേട്ടോ. ചായക്ക് ഇന്ന് ഭൂരിയും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ ചേച്ചി ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പം ചുട്ട് ഇട്ടായിരുന്നു കഴിച്ചിരുന്നത്. അപ്പം എല്ലാം മൊത്തത്തിൽ ചുട്ടിട്ടുണ്ടായിരുന്നില്ല, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചു. ഇനി ഇവിടെ കുറച്ച് കണ്ടോ, ആകെ അലങ്കോലമായി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മുട്ടി വിരിക്കണം. പിന്നെ കുറച്ച് കുറച്ച് നോട്ട്സ് എഴുതാനും അങ്ങനെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം കുറച്ച് നേരം പഠിച്ചിട്ട് ഞാനും അനന്യയും വിചാരിച്ചു ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഞങ്ങൾ കണ്ടിട്ടില്ല ഇന്നലത്തേത്, അപ്പം അത് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്.
ഇനി എന്താ പ്രത്യേകിച്ച് ഇവിടെ വലിയ പരിപാടിയൊന്നും ഇന്നില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി എന്തൊക്കെയാണെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഞങ്ങൾ പുറത്ത് പോകണമെന്നുണ്ട്. പുറത്തുനിന്ന് വെച്ചാൽ അങ്ങ് ടൗണിലൊന്നുമല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകണമെന്നൊക്കെ ഉണ്ട് വിചാരിക്കുന്നുണ്ട്. ഒന്ന് വൈകുന്നേരം ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് കുറച്ച് A4 ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ കൂടി പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതൊരു റൂമാണ്, ഇവിടെ ഒരു റൂമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട്. താഴെ നല്ല സൗണ്ടാണ് കേട്ടോ, ഇവിടുത്തെ കുട്ടികളുടെ സൗണ്ടാണ്. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ റൂം. വിരിച്ചതായിരുന്നു, ഞങ്ങൾ പിന്നെയും കിടന്ന് അലങ്കോലായി. ഇത് കുറച്ച് വലിയൊരു റൂമാണ്. മറ്റേ റൂമിൽ ബാത്റൂമില്ല, സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, പക്ഷേ ഇവിടെ ഇപ്പോൾ പിള്ളേരാണ് കിടക്കാറ്, ഇവിടുത്തെ പിള്ളേർ. ഇതാണ് നമ്മൾ പുറത്തെ കാഴ്ചകൾ. ഞങ്ങളിവിടെ ഡ്രസ്സ് ഇവിടെയാണ് തോരിയിടാറ്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ പുറത്തെ, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ അവക്കാഡോ ഉണ്ട് കേട്ടോ. ചെരുപ്പ് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് എന്തായാലും പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും മടിഞ്ഞു. ഇപ്പോൾ A4 ഷീറ്റ് എന്തായാലും നാളെ അങ്ങാനും പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ ഇവിടെ ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു കട്ടൻ കാപ്പിയും പിന്നെ കായുണ്ടായിരുന്നു കേട്ടോ ചായക്ക്. അങ്ങനെ ഞാനും അന്നേയും കൂടി അത് കഴിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. താങ്ക് യു.